ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് വൈകുന്നേരം ഏറ്റവും പ്രധാനപ്പെട്ട മറുവീടും അതിനുശേഷമുള്ള പാലുകാച്ചൽ ഫംഗ്ഷനും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ദിവസം നടത്തിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഇന്നത്തെ വ്ളോഗ് കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട്. പോകുന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ട് നമ്മൾ നേരെ ഗ്രൂമിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഇതേ ബ്രൈഡിൻ്റെ വീടിൻ്റെ മുന്നിലൂടെയാണ് ബസ് പോയിട്ടുണ്ടായിരുന്നത്. മറവീട് പോലെയുള്ള പ്രധാനപ്പെട്ട സൽക്കാരങ്ങളിൽ വധൂവരന്മാർക്കാണ് കൃത്യമായി പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. ഒരേ ദിവസം ഒന്നിലധികം ഫംഗ്ഷൻ വരുമ്പോൾ കാഴ്ചക്കാർക്ക് മടുപ്പില്ലാത്ത ഓരോ ചടങ്ങിൻ്റെയും പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ വീഡിയോ അവതരിപ്പിക്കാമെന്ന് ഈ വ്ളോഗിലൂടെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മളിത് ഗ്രൂമിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി മനോഹരമായ ഒരു മലകളുടെയൊക്കെ ഇടയിലൂടെയാണ് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. ശേഷം അവിടെ പോകുമ്പോൾ ഈവനിങ് ടൈമാണ്. ജ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചായ ഉണ്ടായിരുന്നു. ജ്യൂസിൽ തന്നെ പലതരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ടായിരുന്നു. മക്കൾ രണ്ടുപേരും ബജിയും പഴംപൊരിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ അകത്ത് പോയി ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ മോള് റെഡിയായി ഫ്രണ്ടിൽ തന്നെ നമ്മൾ ബ്രൈഡ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരത്തെ ഫംഗ്ഷന് സാരി ആയിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാഷാ അല്ലാ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഫംഗ്ഷനൊക്കെ വളരെ തകൃതിയിൽ നടക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒരു അട്രാക്റ്റീവ് കളറും നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സാരി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാലുകാച്ചൽ ചടങ്ങ് രാവിലെ സുബഹിക്ക് നടന്നിട്ടുണ്ടായിരുന്നു. വളരെ ലളിതമായി തന്നെയാണ് അത് കഴിഞ്ഞത്. അപ്പോൾ വൈകുന്നേരത്തെ ഈ പരിപാടിയിൽ മെയിൻ ഇമ്പോർട്ടൻസ് മറവീട് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പെൺവീട്ടുകാർ അതിഥികളായി എത്തുമ്പോൾ അവർക്ക് നൽകുന്ന പ്രധാന സ്വീകരണമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചു. നമ്മൾ എന്നിട്ട് ലിവിങ് റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. മറവീടെന്നാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന ചടങ്ങാണ് കേട്ടോ ഈ മറവീട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ അടുത്ത് പോയപ്പോൾ ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവരിതേ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിന്. അവർ രണ്ടുപേരും ഇതേ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ച് ഇതേ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മറവീട് ഫംഗ്ഷൻ ഇതൊക്കെയാണ്. വളരെ ലളിതമായ രീതിയിൽ തന്നെയാണ് എല്ലാ പ്രോഗ്രാംസും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആർഭാടമൊന്നും ഇല്ലാത്ത എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളരെ മനോഹരമായ ഒരു ചടങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാടെ ഫ്രണ്ട്സൊക്കെ വരാമെന്ന് പറഞ്ഞു. ഞാൻ അവരെയും വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇക്കാടെ ഫ്രണ്ട്സ്. വന്നിട്ട് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നതാണ്. മോളുമാണ് കേട്ടോ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈശ്വര നേരത്തെ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഹോം ടൂറും കൂടെ കാണാം കേട്ടോ. ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ലിവിങ് റൂമാണുള്ളത്. രണ്ട് സൈഡിലും ഇങ്ങനൊരു സോഫയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഒരു പ്രെയർ റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായി പ്രെയറിന് വേണ്ടി ഒരു സെപ്പറേറ്റ് റൂം റെഡിയാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു മാഷാ അല്ലാ. അതുപോലെ അവിടെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഓപ്പൺ കിച്ചനാണ് വരുന്നത്. വീട്ടിൽ നിന്ന് നേരെ കയറി പോകുമ്പോൾ നേരെ വരുന്നത് ഓപ്പൺ കിച്ചനാണ്. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെയാണ്. ഒരുപാട് ഷെൽഫ്സും കബോർഡും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജ്, ഓവൻ ഒക്കെ അതാത് പ്ലേസിൽ പ്രോപ്പറായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൂടാതെ തന്നെ നമുക്കൊരു വർക്കിംഗ് കിച്ചനും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിരുന്നു സുബഹിക്ക് പാലുകാച്ചൽ ചടങ്ങും അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. മാഷാ അല്ലാ ഇവിടെ വർക്കിംഗ് ഏരിയ ആയിട്ടാണ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കിച്ചൺ രണ്ടും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും പ്രാധാന്യം കിച്ചനോടായിരിക്കും അല്ലേ. കിച്ചണിൽ നിന്ന് നേരെ വരുന്നത് ഡൈനിങ് റൂമാണ്. ഡൈനിങ് റൂമിൽ അതിവിശാലമായ ഒരു ടേബിളാണ് കേട്ടോ. അത് ഒരുപാട് സ്പേസ് കളയാത്ത രീതിയിലുള്ള ടേബിളും ചെയറും തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ചെയർ എന്ന് പറയുന്നത് ടേബിളിൻ്റെ അടിയിലേക്ക് നമുക്ക് മാറ്റിയിടാം. അതുപോലെ തന്നെ അവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് അതായത് ഡൈനിങ് റൂമിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വിമ്മിങ് പൂള് പോലൊരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഉമ്മ ഇങ്ങനെ പോകുന്നെന്ന് പറഞ്ഞിട്ട് യാത്ര പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും സ്നേഹ ചുംബനങ്ങളൊക്കെ കൊടുത്ത് ഉമ്മയെ യാത്രയാക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഒരു റൂമിലേക്കാണ് എൻട്രി.
ഡൈനിങ് റൂമിൽ നിന്ന് തന്നെയാണ് താഴെയുള്ള 2 ബെഡ്റൂമിലേക്കും എൻട്രി വരുന്നത്. അതിലൊരു റൂം ഇതാണ് കേട്ടോ. നെക്സ്റ്റ് ദേ ഇശല് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആ റൂമിൽ തന്നെ. നെക്സ്റ്റ് വരുന്നത് ദേ രണ്ടാമത്തെ റൂമാണ്. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ബെഡ്റൂമിൽ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാഷാ അല്ലാ, രണ്ടും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് തന്നെയാണ്. അതുപോലെ തന്നെ കബോർഡ്സും മിററും ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അവിടെ നിന്നും മുകളിൽ നിന്നുള്ള ഒരു റൂമാണ് കേട്ടോ. മുകളിൽ നിന്നുള്ള ഒരു പുറത്തേക്കുള്ള ഒരു വ്യൂ മാഷാ അല്ലാ അടിപൊളി തന്നെയാണ്. മുകളിലും അതുപോലെ 2 ബെഡ്റൂമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ്റൂം ഇതും. അവിടെ നിന്ന് പുറത്ത് ഓപ്പൺ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് അവിടുത്തെ വ്യൂ. അടിപൊളിയാണ് കേട്ടോ. അവിടെ ഇരുന്നാൽ നല്ല ശാന്തമായി ഇങ്ങനെ നമുക്ക് കുറേ സമയം ആലോചിച്ച് ചിന്തിച്ചൊക്കെ ഇരിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വൈബായിട്ടുള്ള ഒരു ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കണ്ടോ ഓടി നടന്ന്. അവിടെ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ മുകളിലേക്കും സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ താഴേക്ക് പോകാൻ താഴേക്കും സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മോൾ ആദ്യമേ എല്ലാം പോയി നോക്കിയിട്ട് വന്ന് എനിക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ സൈഡിലൂടെ പോകുമ്പോൾ താഴേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് കയറി പോകുമ്പോൾ മുകളിൽ മാഷാ അല്ലാ നല്ല ഗ്രീനറി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സണ്ണ് സെറ്റ് ആവാൻ പോകുന്ന ഒരു ടൈമായിരുന്നു. സന്ധ്യയോടടുത്തൊരു സമയം 6-6:30 ആവാൻ പോകുന്ന ഒരു ടൈമിനായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൺസെറ്റ് ആവാൻ പോകുന്ന ആ ഒരു മനോഹരമായ ആ ഒരു നിമിഷം അടിപൊളിയായിട്ടുണ്ടല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റോഡിലൂടെ വണ്ടി പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കേട്ടോ. അങ്ങനെ ഞാൻ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. താഴേക്ക് ഇറങ്ങി വരുന്നിട്ട് അവിടെ തന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. മാഷാ അല്ലാ അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇങ്ങനെ ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെടികളുണ്ടായിരുന്നു. ചെടികളിലൊക്കെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ മിക്ക വീടുകളിലും കണ്ടുവരുന്നതാണ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിനുള്ള ഒരു വീടിൻ്റെ മേൽക്കൂര പോലത്തെ ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെയും ഇങ്ങനെ മക്കളെ പോയിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് പോകുന്ന വഴിക്ക് ഒരു സിറ്റിംഗ് ഏരിയ, നെക്സ്റ്റ് താഴേക്ക് വന്നിറങ്ങുന്നത് ഡൈനിങ് റൂമിലേക്കാണ് കേട്ടോ. അപ്പോൾ താഴെയുള്ള ഒരു ബെഡ്റൂമും കൂടെ നമുക്ക് ഇനി പരിചയപ്പെടാനുണ്ട്. സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്നും ഇറങ്ങി താഴേക്ക് വരുമ്പോൾ വലത് ഭാഗത്തായിട്ട് കാണുന്ന ഒരു ബെഡ്റൂം കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ഇതാണ് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ. അവിടെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. എല്ലാ റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. നേരെ ഇറങ്ങുന്നത് നേരെ ഫ്രണ്ടിലേക്ക് പോകാനുള്ള ചെറിയ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് ഫ്രണ്ടിൽ നീളത്തിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായ നല്ല അടിപൊളിയായിട്ട് ലൈറ്റും വെളിച്ചവും സൂര്യനും സൂര്യപ്രകാശവും ഒക്കെ അകത്ത് പ്രവേശിക്കുന്ന രീതിയിൽ നല്ല വെൻറ്റിലേഷനോട് കൂടി ചെയ്തിട്ടുള്ള അടിപൊളി ഒരു വീടാണ്. അപ്പോൾ വീട് വയ്ക്കുന്നവർക്കും വെച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനിയും വാങ്ങിക്കാൻ പോകുന്നവർക്കും എല്ലാം ഉപകരിക്കുന്ന വളരെ മനോഹരമായ ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിലേക്ക് ഫ്രണ്ടിൻ്റെ കൂടെയാണ്, ഒരു ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തി. ഇപ്പോൾ ഇക്ക നമ്മളെ വെയിറ്റ് ചെയ്ത് റോഡിൽ നിൽക്കുകയായിരുന്നു. അവരുടെ വീടിൻ്റെ ഒരു റോഡ് സൈഡായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് വരാം, അല്ലാതെ ഇനി പോയാൽ ഇനി എപ്പോഴാണ് ഇനി വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മളത് അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ നേരെ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഈ ഒരു പൂച്ച കുഞ്ഞിനെയാണ് കേട്ടോ. അപ്പോഴാണ് പറയുന്നത് ഒരാളല്ല ഇനി ഒരാൾ കൂടെ ഉണ്ടെന്ന്. ഇതൊരു പെൺപൂച്ചയാണ് കേട്ടോ. പെൺപൂച്ച, കുഞ്ഞി പൂച്ചയാണ്. എന്തോ ലിസ എന്നാണ് പേര്. ഈ വരുന്നത് ഒരു കുട്ടിക്കുറുമ്പനാണ് കേട്ടോ. ആൺപൂച്ചയാണ്. ഇവന് 2 വയസ്സെങ്ങാണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളവും അതുപോലെ ഫുഡും ഒക്കെ വെച്ച് കൊടുക്കുന്ന പാത്രമാണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ അവർക്ക് മണ്ണ് വെച്ച് കൊടുത്താൽ അവരുടെ ആവശ്യങ്ങൾക്ക് അവർ തന്നെ ആ മണ്ണിലിറങ്ങിയിട്ട് നിർവഹിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളർത്താൻ കേട്ടോ ഈ പൂച്ച കുഞ്ഞിനെ. അപ്പോൾ ഈശ്വരന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തൊടാനും പിടിക്കാനും കാണാനും ഒക്കെ. ആയിഷ നസ്രിൻ ഇങ്ങനെ ദൂരെ തന്നെ മാറി നിൽപ്പുണ്ടായിരുന്നു. അവിടുത്തെ മോള് അവളോട് നല്ല ഇടപഴകുന്ന പൂച്ച ആയതുകൊണ്ട് അവളെപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഈശ്വരനെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സമയം ആ പൂച്ചയോടൊപ്പം മക്കൾ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ അഴിച്ചു വിടുമ്പോൾ ഒരാൾ പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ
നെക്സ്റ്റ് രണ്ടാമത്തെ ബെൽറ്റും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് രണ്ടിനെയും ഇങ്ങനെ കഴുത്തിൽ കെട്ടിയിട്ട് ബെൽറ്റ് ചെയ്ത് ഇടുവാണ് കേട്ടോ. അപ്പോൾ ഇശലിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടമാണ്. പേർഷ്യൻ ക്യാറ്റാണ്. അപ്പോൾ എന്തായാലും ഇതിനെ വളർത്താൻ വളരെ എക്സ്പെൻസീവും കൂടെയാണ് കേട്ടോ. അതിൻ്റെ ഫുഡും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ആ മണ്ണുൾപ്പെടെ വാങ്ങിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പൂച്ചയെ വളർത്തുന്നത് എക്സ്പെൻസീവാണ്. ഒപ്പം വാക്സിനൊക്കെ ടൈമിന് എടുക്കണം. അതിപ്പോൾ ഏതിനായാലും എടുക്കണം, അങ്ങനെയല്ല. എന്നാലും കുഞ്ഞുങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട്, മക്കളെടുക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വാക്സിനൊക്കെ എടുത്തിട്ടുള്ള ക്യാറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ രണ്ടുപേരും മാഷാ അല്ലാഹ് അടിപൊളിയായിരുന്നു കേട്ടോ. രണ്ടുപേരും ഇരിക്കുന്ന കണ്ടോ, ആൺപൂച്ചയും പെൺപൂച്ചയുമാണ് രണ്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവിടെ പോയിട്ട് എന്നെ അട്രാക്റ്റ് ചെയ്ത രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, മലമൂത്ര വിസർജനത്തിന് സമയമായി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇവർ രണ്ടുപേരെയും അങ്ങനെ കെട്ടി ഇടലില്ല. ഇങ്ങനെ മണ്ണ് മാന്തിയിട്ട് അവർ അതിൽ തന്നെ പോകലാണ് പതിവ്. ആൺകുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നും മാറ്റിക്കൊണ്ടുപോയി. പിന്നെ നമ്മൾ കുറച്ച് കഥ പറയലും വിശേഷങ്ങളും ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതാണ്. അപ്പോൾ ടൈം ഒരുപാടായി, ഇനിയും ഇരുന്ന് സമയം കളയണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ. ഇത് പേർഷ്യൻ ക്യാറ്റാണ്. ലിയോയും ലിസയും എന്നാണ് ഇവരുടെ പേര്. ഇത് ലിസയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരേ ദിവസം ഒന്നിലധികം ഫങ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് ഇന്ന് തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പ്ലാൻ ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. ഈ രീതിയിൽ കൃത്യമായ പ്രാധാന്യത്തോടെ ഓരോ ചടങ്ങും പ്ലാൻ ചെയ്താൽ എല്ലാ പരിപാടികളും ഒരുപോലെ സൂപ്പർ ഹിറ്റാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടിപൊളിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം ഇൻഷാ അല്ലാഹ്.